കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും ദൈവമായ കർത്താവിൽ നിന്ന് നാം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് പ്രീതികരമായി നാം ജീവിക്കണം. ക്രിസ്തു യേശുവിനോടുകൂടി നാം പുതിയ ജീവിതം നയിക്കേണ്ടതിന് നമ്മുടെ വിശ്വാസത്തെ യേശുവിനും നമുക്കും ഇടയിലായി കാത്തു സൂക്ഷിക്കണം. സ്നേഹമുള്ളവരെ, പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചിരിക്കുന്നതിനാൽ നമ്മോട് ദൈവം കരുണ കാണിക്കുകയാണ്. യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. എന്നാൽ ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുവാൻ എല്ലാവരും തുനിഞ്ഞു വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, പാപിയെ പരിശുദ്ധനാക്കുന്ന രക്ഷകന് വേണ്ടിയുള്ള ജീവിതം. ആ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം: കർത്താവേ, എൻ്റെ ആശ്രയം അങ്ങിൽ മാത്രമാണ്. അങ്ങ് മാത്രമാണ് എൻ്റെ ഏക ദൈവം. ഓ യേശുവേ, അങ്ങന്റെ ആശ്രയവും രക്ഷയുമാകുന്നു. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. ആശ്രയം നിന്നിൽ മാത്രം, ആകുലം തെല്ലും ഇല്ല. സങ്കേതമായി എൻ ദൈവമേ, യേശുവേ, യേശുവേ, നീ മാത്രമെൻ ആശ്രയം. യേശുവേ, യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് കൂടെയുള്ളപ്പോൾ കൂരിരുളിന്റെ താഴ്വരയിലൂടെയാണ് നടക്കുമ്പോഴും കർത്താവേ, ഞങ്ങൾക്ക് ഭയം ഉണ്ടാവുകയില്ല. അങ്ങേയ്ക്കായി ഞങ്ങൾ ജീവിക്കും. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, യേശുവേ, അങ്ങേക്ക് മഹത്വം. നടക്കും ഭയം കൂടാതെ, ഓ യേശുവേ, കൂരിരുൾ താഴ്വരയിൽ നടക്കും ഭയം കൂടാതെ, ജീവിക്കും അന്ത്യം വരെ. ഓ എൻ്റെ യേശുവേ, സാന്നിധ്യം അനുഭവിച്ചു. ഹല്ലേലൂയ കർത്താവേ, ജീവിക്കും അന്ത്യം വരെ നിൻ സാന്നിധ്യം അനുഭവിച്ചു. യേശുവേ, യേശുവേ, യേശുവേ,
യേശുവേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങളെ സഹായിക്കുവാൻ, ഒറ്റപ്പെടലിൽ ഞങ്ങൾക്ക് ആശ്വാസമായി അവിടുന്ന് മാത്രമേയുള്ളൂ നാഥ. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഏറിടും ക്ലേശങ്ങളിൽ ചാരുവാൻ നീ മാത്രമേ. ഏറിടും ക്ലേശങ്ങളിൽ ചാരുവാൻ നീ മാത്രമേ. കർത്താവേ, എനിക്ക് മഹത്വം. യേശുവേ, സ്തോത്രം കർത്താവേ. യേശുവേ, അങ്ങാണ് എൻ്റെ ആശ്രയം നാഥ. സ്തോത്രം കർത്താവേ. പൂർണ്ണ മനസ്സോടുകൂടി അങ്ങേ ആരാധിക്കുന്ന ഈശോയെ. കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരികയും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ശ്രവിച്ച് ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.